പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ JCNDSD ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ഞങ്ങളുടെ വീഡിയോകൾ ശ്രദ്ധിച്ചു വരുന്ന എല്ലാ ബഹുമാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ചില നാളുകളായി മുടങ്ങിപ്പോയിരുന്ന ബൈബിൾ വിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള ഞങ്ങളുടെ ഡിസ്കഷൻ ഈ ശനിയാഴ്ചയോടുകൂടി ഞങ്ങൾ പുനരാരംഭിക്കുകയാണ്. ബൈബിൾ ദൈവത്തെ വിവക്ഷിക്കുന്നതും നമുക്ക് ചുറ്റുമുള്ള വേർപാട് സഭകൾ ബൈബിൾ അടിസ്ഥാന ഉപദേശമായി തെരഞ്ഞെടുത്തിട്ടുള്ള പെന്തക്കോസ്ത്, ബാപ്റ്റിസ്റ്റ്, ബ്രദറൻ തുടങ്ങിയ മെയിൻ സ്ട്രീം ചർച്ചുകൾ ബൈബിളിലുള്ള വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നതും ബൈബിൾ ആ വിഷയങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതുമാണ് ഞങ്ങളുടെ പ്രസംഗ വിഷയത്തിന്റെ കാതൽ. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ ആത്മാവിനാൽ പ്രവാചകന്മാരിലൂടെയും അപ്പോസ്തലന്മാരിലൂടെയും എഴുതപ്പെട്ടതായ വിശുദ്ധ വേദഗ്രന്ഥത്തിൽ തമ്മിൽ അഭിപ്രായ ഭിന്നതയില്ലാതെ നിലനിൽക്കുന്ന ദൈവത്തിന്റെ ഏകത്വം, ആ ദൈവത്തിന്റെ ത്രിമാന പ്രവർത്തനങ്ങൾ വെളിപ്പെടുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ വിവിധ നിലകളിൽ ദൈവം മനുഷ്യരക്ഷയോട്, സൃഷ്ടിയോട്, വീണ്ടെടുപ്പിനോട് ബന്ധപ്പെട്ടുള്ള പ്രവൃത്തികളെ വിശുദ്ധ വേദപുസ്തകം എപ്രകാരം ദൈവാത്മാവിനാൽ എഴുതിയിരിക്കുന്നുവോ അതുമായി യാതൊരു ബന്ധമില്ലാത്തതും വിരുദ്ധവുമായ ഉപദേശങ്ങളാണ് മെയിൻ സ്ട്രീം പെന്തക്കോസ്റ്റൽ ചർച്ചുകൾ ഇന്ന് ലോകത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു സത്യം നിലനിൽക്കുന്നു. എന്നാൽ ബഹുഭൂരിപക്ഷം വരുന്ന ഇത്തരം സഭകളിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന ആളുകൾക്ക് സത്യം ഏതെന്ന് അറിയാനുള്ള ഒരവസരം ഇല്ലാത്തതുകൊണ്ടും പരമ്പരാഗതമായി അവർ അത്തരം ഒരു പഠന ശൈലി സ്വീകരിച്ചു വരുന്നത് കൊണ്ടും ബൈബിളിനും അപ്പുറമായി ബൈബിൾ വ്യാഖ്യാതാക്കൾ എഴുതിയ വ്യാഖ്യാന ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ പിതാവിനെയും പുത്രനെയും വിവക്ഷിച്ചിരിക്കുന്നത് കൊണ്ടും ബൈബിളിലെ പച്ചയായ സത്യങ്ങൾക്ക് നേരെ അവർ പുറംതിരിഞ്ഞു നിൽക്കുന്നതാണ് ഞങ്ങളുടെ അനുഭവത്തിൽ കണ്ടിട്ടുള്ളത്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ത്രിയേക ദൈവം അല്ലെങ്കിൽ തൃത്വ ദൈവം എന്ന് ദൈവത്തെ മൂന്ന് ആളത്വങ്ങളിൽ, അതായത് നിത്യത മുതൽ, പൂർവ്വനിത്യത മുതൽ അനന്ത നിത്യത വരെയും നിത്യമായി നിലനിൽക്കുന്ന മൂന്ന് വ്യത്യസ്ത വ്യക്തികളായി, നിത്യനായ ദൈവങ്ങളായി, സർവശക്തനും സർവവ്യാപിയും എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ള, തുടക്കം മുതൽ ഒടുക്കം വരെ മൂന്നായി നിലനിൽക്കുന്ന ഒരു ഏക ദൈവം, ബുദ്ധിയുള്ള മനുഷ്യന് പോലും ഗ്രഹിക്കാൻ കഴിയാത്ത ഈ തിയോളജിയെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്താത്മാവാണ്? ആ ആത്മാവ് പിതാവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ്? പുത്രനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവിന്റെ പേര് എന്താണ്? ഈ മൂന്ന് വ്യക്തികൾ എന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന ഈ ആത്മാവ്, ഈ പിതാവ്, പുത്രൻ ഏത് തലത്തിലാണ് വ്യക്തിയായിരിക്കുന്നത്? മൂന്ന് വ്യക്തികൾ എന്ന് പറയുമ്പോൾ മൂന്ന് മനുഷ്യർക്കുള്ളതുപോലെ മൂന്ന് ശരീരങ്ങളുള്ള വ്യക്തികളാണോ? മൂന്ന് ആത്മാക്കളാണോ? അങ്ങനെയെങ്കിൽ ഈ മൂന്ന് ആത്മാക്കളെ എങ്ങനെ തിരിച്ചറിയാം? ആത്മാക്കളെ നമുക്ക് ഓക്സിജനെ തിരിച്ചറിയാൻ കഴിയില്ല. കാരണം ഓക്സിജൻ ഒരു എന്തിലെങ്കിലും നിറച്ചു വെച്ചാൽ, ഒരു സിലിണ്ടറിൽ നിറച്ചു വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓക്സിജൻ ഉണ്ടെന്ന് നമുക്കറിയാം. ഓക്സിജൻ നമ്മൾ അറിയുന്നത് അത് ഒരു പ്രാണശ്വാസത്തിന് വേണ്ടി പിടയുന്ന ഒരു വ്യക്തിയുമായി ഒരു മാസ്ക് കണക്ട് ചെയ്യുമ്പോൾ അയാളിൽ ജീവന്റെ ആശ്വാസം കാണുമ്പോഴാണ് അദ്ദേഹം ഓക്സിജൻ എടുത്തു നമ്മൾ അറിയുന്നത്. അത്തരത്തിൽ മനുഷ്യന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത, ബുദ്ധിക്ക് നിർവചിക്കാൻ കഴിയാത്ത ഈ ആത്മാവ് തൃത്വക്കാരുടെ ഭാവനയിൽ, പഠനത്തിൽ നാം മനസ്സിലാക്കുന്ന രീതികളുടെ അടിസ്ഥാനത്തിൽ എപ്രകാരമാണ് പരിശുദ്ധാത്മാവ് ആയിരിക്കുന്നത്? ആ ആത്മാവിനെ
ഏത് നാമത്തിൽ നിർവചിക്കും? ആ ആത്മാവിന്റെ രൂപമെന്ത്? അത് ഒരു വ്യക്തിയാണോ? വ്യക്തിയാണെങ്കിൽ എങ്ങനെ? ഇതൊക്കെയാണ് ഇന്ന് രാത്രിയിൽ ഞങ്ങൾക്ക് വിഷയമായി അവതരിപ്പിക്കുവാൻ പോകുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നും ഇതിനെ സമീപിക്കുന്നതിന് ദൈവവചനത്തിനെ ആധാരമാക്കിക്കൊണ്ട് വിശിഷ്യ പുതിയ നിയമത്തിലുള്ള തിരുവെഴുത്തുകളെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അടിസ്ഥാനത്തിലും പഴയ നിയമത്തിൽ പഴയ നിയമ കാലഘട്ടങ്ങൾ പ്രവാചകന്മാരിൽ ഉണ്ടായിരുന്നു എന്ന് പുതിയ നിയമത്തിൽ വിശുദ്ധ പത്രോസ് എഴുതിയിരിക്കുന്നതുമായ ക്രിസ്തുവിന്റെ ആത്മാവ് എന്നീ തലങ്ങളിൽ ഈ വിശേഷപ്പെട്ട വചനത്തെ, ഈ വിശേഷപ്പെട്ട ഈ വിഷയം ഇന്ന് അവതരിപ്പിക്കുവാൻ എന്നോടൊപ്പം ഈ പ്ലാറ്റ്ഫോമിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ ദൈവദാസന്മാർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്വാഗതം അറിയിക്കുന്നു. കൊച്ചിയിൽ നിന്നും കർത്താവിൽ പ്രിയ ദൈവദാസൻ പാസ്റ്റർ ജോയ് കെ ജോസഫ് ഉണ്ട്. ദുബായിൽ നിന്നും ബ്രദർ വിൽസൺ ബെഞ്ചമിൻ ഉണ്ട്. കൊച്ചിയിൽ നിന്നും ബ്രദർ സൈമൺ ബെഞ്ചമിൻ, ഇറാഖിൽ നിന്നും നമ്മുടെ സഹോദരൻ ഗീബ്രീസ് ജോസഫ് എന്നിവരാണ് എന്നോടൊപ്പം പാനലിലുള്ളത്. അപ്പോൾ ഈ വിഷയത്തിൽ ആമുഖമായി ഞങ്ങൾ പ്രസ്താവിച്ച ഈ വിഷയങ്ങളെ മനസ്സിലാക്കിയിരിക്കുന്ന ഓരോരുത്തർ തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിയിരിക്കുന്നതും വിഷയങ്ങളായി മുൻപ് അവതരിപ്പിച്ചിട്ടുള്ളതുമായ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരായി പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ ഈ സംസാരിച്ച കാര്യത്തിന്റെ ഫ്രെയിമിൽ നിന്നുകൊണ്ട് തൃത്വക്കാരുടെ ആലോചന പ്രകാരം അല്ലെങ്കിൽ അവരുടെ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുവാനായിട്ട് ഞാൻ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുകയാണ്. അവർക്ക് ഓരോരുത്തർക്കും ആ വിഷയത്തിൽ ഏതു ഭാഗമാണ് സംസാരിക്കാനുള്ളത് ആ ഭാഗം സംസാരിക്കുന്നതായിരിക്കും ഓരോ ചോദ്യമായിട്ട് അവതരിപ്പിക്കുന്നതിനേക്കാൾ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. മാത്രമല്ല, വളരെ ഷോർട്ട് നോട്ടീസിൽ ഇങ്ങനൊരു വിഷയം നമ്മൾ എടുത്തപ്പോൾ ഏത് വിഷയം എടുത്താലും നമുക്ക് വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് എങ്കിൽ പോലും ചോദ്യങ്ങൾ എന്നുള്ള നിലയിൽ തയ്യാറാക്കിയിട്ടില്ലാത്തത് കൊണ്ട് ഓരോരുത്തർക്കും അവരുടെ വീക്ഷണത്തിൽ നിന്നും ദൈവാത്മാവിനെ സംബന്ധിച്ച് നൽകിയിട്ടുള്ള വീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ തൃത്വക്കാർ ദൈവത്തിന് കൽപ്പിച്ചിട്ടുള്ള ത്രിമാന ശരീരം അല്ലെങ്കിൽ ത്രിമാന വ്യക്തിത്വത്തെ അതിൽ പരിശുദ്ധാത്മാവ് എങ്ങനെ പിതാവിനോടും പുത്രനോടും വ്യാപരിക്കുന്നു എന്നുള്ള വിഷയം സംസാരിക്കുവാൻ വേണ്ടി ആദ്യമായി ഞാൻ ബ്രദർ വിൽസൺ ബെഞ്ചമിനോട് ആ വിഷയത്തെ വിശദീകരിക്കാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഇവിടെ സംബന്ധിക്കുന്ന എല്ലാ സഹോദരങ്ങളും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കൂടെ ഞങ്ങളോട് ഈ സമയത്ത് ലൈവിലും പിന്നെ യൂട്യൂബിലും കാണുന്ന എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്നേഹത്തെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ വിഷയം നമ്മൾ പരിശുദ്ധാത്മാവിനെ എങ്ങനെ കാണുന്നു. JCNTSD ഗ്രൂപ്പ്, അതായത് യേശുക്രിസ്തുവിന്റെ പുതിയ നിയമ സുവിശേഷം, അതിൽ പരിശുദ്ധാത്മാവ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അപ്പോൾ മറ്റ് സഹോദരങ്ങൾ പുതിയ നിയമത്തിൽ നിന്നും സംസാരിക്കാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു പഴയ നിയമത്തിൽ ഉള്ള കാര്യങ്ങളെ ഒന്ന് സമ്മറൈസ് ചെയ്യാം. അതിനകത്ത് ഞാൻ മേജർലി പറയാൻ ആഗ്രഹിക്കുന്നത്, പഴയ നിയമത്തിൽ പ്രവാചകന്മാര് സകലരും സംസാരിച്ചത് പരിശുദ്ധാത്മാവിൽ കൂടെ തന്നെ ആയിരിക്കണം. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിൽ കൂടെ തന്നെയാണ് ദൈവം പൂർണ്ണമായി തൻ്റെ പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തോലന്മാരിൽ കൂടെയും പ്രവർത്തിച്ചത് എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് വചനം കാണിച്ചു തരുന്നുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുമ്പോൾ തന്നെ ആണ് അവര് ആ വചനങ്ങൾ സംസാരിക്കുകയും പ്രവചനം ചെയ്യുകയും സൗഖ്യം നൽകുകയും എല്ലാ വരങ്ങളെയും അവർ പ്രവർത്തിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിൽ കൂടെയാണ്. ദൈവത്തെ പഴയ നിയമത്തിൽ യഹോവയുടെ, സൈന്യങ്ങളുടെ യഹോവയായ ദൈവം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ സൈന്യങ്ങളുടെ കർത്താവായ ദൈവം എന്ന് പറയും. അപ്പം സൈന്യങ്ങളുടെ യഹോവയും സൈന്യങ്ങളുടെ കർത്താവും ഞങ്ങളെ സംബന്ധിച്ചോളം ഒരേ ദൈവത്തെ പറ്റിയുള്ള സംബോധന മാത്രം തന്നെയാണ്. എന്താ വെച്ചാൽ യഹോവ തന്നെയാണ് കർത്താവ് എന്ന് പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരു കൂട്ടമാണ് ഈ JCNTSD എന്ന കൂട്ടം. നമ്മൾ ഇന്ന് ഒരു എക്സാമ്പിളിന് നമ്മുടെ ഇന്ത്യൻ ആർമിയിലുള്ള
ഒരു സൈനികനെ എടുത്തു കഴിഞ്ഞാൽ ആ സൈനികൻ ഇപ്പം മറ്റുള്ള ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ ആ ആള്, അതായത് അവൻ കണ്ടെത്തുന്ന ആ മറ്റേ ഒരു സുഹൃത്ത് അവന്റെ റെജിമെന്റിന്റെ ആണോ എന്നുള്ള കാര്യം അവന് ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റും. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കോമൺ ലാംഗ്വേജ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടിയ ട്രെയിനിങ് പ്രകാരം അവർക്കറിയാൻ പറ്റും ഇമ്മീഡിയറ്റ്ലി ഇദ്ദേഹം എന്റെ റെജിമെന്റിലുള്ള ആൾ തന്നെയാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ട്രെയിനിങ് അങ്ങനെയാണ്. അവർ സംസാരിക്കുന്ന ഭാഷകൾ, അവരുപയോഗിക്കുന്ന ഓരോ എക്സ്പ്രഷൻസ്, അല്ലെങ്കിൽ അവര് യൂസ് ചെയ്യുന്ന പല ടേംസ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുമ്പോൾ അവർക്ക് ഇമ്മീഡിയറ്റ്ലി അറിയാൻ പറ്റും ഈ ആള് എന്റെ റെജിമെന്റിലെ ആള് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആണ് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് എന്ന് പറയുമ്പോൾ, അപ്പോൾ പ്രവാചകന്മാരായാലും അപ്പോസ്തോലന്മാരായാലും ഏത് വിശുദ്ധന്മാരായാലും അവര് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന്റെ ആർമിയിലെ ആൾക്കാരാണെന്നാണ് പറയുന്നത്. അവരെ ഒരു ആത്മീയ പോരാളിയായിട്ടാണ് കാണുന്നത്. അവര് ദൈവത്തിന്റെ ആത്മാവാൽ അവര് അനുഗ്രഹിക്കപ്പെട്ടവർ, അല്ലെങ്കിൽ അവര് ശക്തീകരിക്കപ്പെട്ടവർ, അവര് ദൈവത്തിന്റെ ആത്മാവിൽ കൂടെ അവർ സംസാരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു, ആത്മാവിന്റെ കാര്യങ്ങളെ അറിയണമെങ്കിൽ നിങ്ങൾ ആത്മാവിനെ നേടണം. അപ്പോൾ ആത്മാവുണ്ടെങ്കിൽ മാത്രമേ ആത്മാവാരെന്നും കർത്താവാരെന്നും പിതാവാരെന്നും പുത്രനാരെന്നും എല്ലാം മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു വിഷയത്തിൽ ഒരു ചെറിയൊരു കാര്യം പറഞ്ഞ് മാത്രം മറ്റ് സഹോദരങ്ങൾക്ക് മറ്റ് വിഷയങ്ങളെ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 1:10-11 വാക്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അവിടെ പറയുന്നു, പ്രവാചകന്മാർ, അതായത് പ്രവാചകന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന അപ്പോസ്തോലന്മാർക്ക് മുൻപുള്ള ദൈവത്തിന്റെ വെളിപ്പാട് നൽകിയ ആൾക്കാരെ പറ്റിയാണ് പ്രവാചകന്മാർ പറയുന്നത്. ക്രിസ്തുവിന് വരുവാനുള്ള കഷ്ടത്തെ പറ്റി മുൻകൂട്ടി അറിയുകയും ക്രിസ്തുവിന്റെ ആത്മാവ് അവരിൽ അത് വെളിപ്പെടുത്തുകയും പിന്നെ ക്രിസ്തുവിന് വരുവാനിരിക്കുന്ന കഷ്ടതയും അത് കഴിഞ്ഞ് വരുവാനിരിക്കുന്ന മഹത്വത്തെ പറ്റിയും മുൻകൂട്ടി പ്രവചിച്ചു എന്ന് പറയുന്നു. അപ്പോൾ ആരാണ് പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടെ പരിശുദ്ധാത്മാവായിട്ട് പ്രവർത്തിച്ചതെന്ന് പറയുമ്പോൾ അവിടെ ക്രിസ്തുവിന്റെ ആത്മാവിനെ പറ്റിയാണ് പറയുന്നത്. അല്ലാതെ മൂന്നാമതൊരു വ്യക്തിയോ വേറെ ഒരു വ്യക്തിയോ എന്ന് അല്ല പറയുന്നത്. അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവ് തന്നെ, ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെയാണ് പരിശുദ്ധാത്മാവായിട്ട് പ്രവാചകന്മാരിൽ കൂടെ സംസാരിച്ചത്. പിന്നെ രണ്ടാമത്, പല പ്രാവശ്യവും ഈ വലത് ഇടതും ഒക്കെ എടുത്ത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ഈ ആത്മാവിനെ പറ്റി പലതരത്തിലെ വ്യാജങ്ങൾ പറയുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ 2 എക്സാമ്പിൾ തന്നിട്ട് ഞാൻ എന്റെ ആ ഒരു കോൺവെർസേഷനെ ചുരുക്കാം. ഇവിടെ 2 രാജാക്കന്മാരിൽ അധ്യായം 3 അവിടെ ഏലീശ പ്രവാചകനെ പറ്റി പറയുന്നുണ്ട്. ഏലീശ പ്രവാചകനെ പറ്റി പറയുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവിനോട് അനുബന്ധമായിട്ട് 2 കാര്യങ്ങൾ അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവിടെ മറ്റുള്ളവർ തന്നെ ഏലീശയെ പറ്റി സാക്ഷ്യപ്പെടുത്തുമ്പോൾ, ഇത് നമ്മൾ എപ്പോഴും യഹൂദൻ പറയുന്നത് അനുസരിച്ച് അതിനെ നോക്കുവാൻ നമ്മൾ ആഗ്രഹിക്കണം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ആദ്യം ഈ വെളിപ്പാടുകൾ കൊടുത്തത് യഹൂദന്മാർക്കാണ്. അപ്പൊ യഹൂദന്മാര് അവിടെ ഏലീശയെ പറ്റി സാക്ഷ്യപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ. ഒന്ന്, അവന്റെ മേൽ ദൈവത്തിന്റെ വചനം ഉണ്ട് എന്ന് പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്നത് അവന്റെ മേൽ ദൈവത്തിന്റെ വചനമുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ വചനം ആരാകുന്നു? ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ ആകുന്നു ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നു. അതേ 3-ാമത്തെ അധ്യായത്തിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, അവന്റെ മേൽ ദൈവത്തിന്റെ കരം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ ദൈവത്തിന്റെ കരം എന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവർത്തനം. അപ്പോൾ കരം അല്ലെങ്കിൽ വലത് കരം എന്ന് പറയുമ്പോഴൊക്കെ വേറൊരു വ്യക്തിയല്ല, അതേ ദൈവത്തിന്റെ ആത്മാവായ കരം എന്ന് വിളിക്കപ്പെടുന്ന, അതായത് ദൈവത്തിന്റെ പ്രവൃത്തി എന്ന് വിളിക്കപ്പെടുന്ന ആ ഒരേ ആത്മാവ് തന്നെയാണ്. ആ ആത്മാവിനെ പറ്റി ഞാൻ കവർ ചെയ്തത് അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്, അത് ദൈവത്തിന്റെ വചനമാണ്, അത് ദൈവത്തിന്റെ കരമാണ്. ഇതൊന്നും വേറെ ഒരു വ്യക്തിയായിട്ട് നമ്മൾ കാണുന്നില്ല.
പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. ഇനി പുതിയ നിയമത്തിന്റെ കാര്യങ്ങൾ മറ്റുള്ള സഹോദരങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. താങ്ക് യു. ജോയ് പാസ്റ്റർ. അൺമ്യൂട്ട് ചെയ്യണം. ഓക്കെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞങ്ങളെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. JCND-SD എന്ന ഈ ഗ്രൂപ്പിലൂടെ അനവധി ആൾക്കാര് ഞങ്ങൾ പറയുന്ന ദൈവവചനം ശ്രവിക്കുകയും ഞങ്ങളെ വിളിക്കുകയും വളരെ സന്തോഷത്തോടെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിനാൽ ഞങ്ങളും വളരെ സന്തോഷമുണ്ട്. ഞങ്ങളുടെ പ്രയത്നം വൃഥാവല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമാകുന്നു. അത് മാത്രമല്ല, ബൈബിൾ പറയുന്ന പ്രകാരം എതിരാളികളും അനവധിയുണ്ട്. കർത്താവിന്റെ പ്രവൃത്തി വെളിപ്പെട്ട അനേക വ്യക്തികളിലേക്ക് ദൈവീക സത്യങ്ങൾ അനേക ഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അതിനെ എതിർക്കുവാൻ വേണ്ടി പല വ്യക്തികളിലൂടെ സാത്താൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളോട് ഞങ്ങൾക്ക് വൈരാഗ്യമില്ല. എന്നാൽ പിശാചിന് അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഇവിടെ പരിശുദ്ധാത്മാവ് എന്നുള്ള ഒരു വിഷയമാണ്. എന്താണ് പരിശുദ്ധാത്മാവ് എന്നുള്ളത് കർത്താവിന്റെ ദാസൻ പ്രിയ സൈമൺ ബ്രദർ പറഞ്ഞു. യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് എന്നുള്ളതിന്റെ ആശ്ചര്യമായിട്ടുള്ള അർത്ഥം തന്നെ പരിശുദ്ധന്റെ ആത്മാവ് എന്നാണ്. ആരാണ് പരിശുദ്ധൻ? സൈന്യങ്ങൾ യഹോവ പരിശുദ്ധനാകും. വിശുദ്ധ ബൈബിൾ പരിശുദ്ധാത്മാവിനെ പല വിധത്തിലുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ പല പേരുകൾ പറയുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിന് ഒരു പേര് മാത്രമേ ഉള്ളൂ. സ്ഥാനപ്പേരുകൾ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനെന്നും അതുപോലെ തന്നെ ആശ്വാസപ്രദൻ എന്നും ഇങ്ങനെ പല വിധത്തിലുള്ള, നമുക്കറിയാം ബൈബിൾ നമ്മൾ വായിക്കുന്ന അവസരത്തിൽ കൃപയുടെ ആത്മാവ്, അത് ആ പരിശുദ്ധാത്മാവാണ് കൃപ നൽകുന്നത്. അതുകൊണ്ട് കൃപയുടെ ആത്മാവ് എന്ന് പറയുന്നു, വിവേകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, പരിജ്ഞാനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, പിന്നെ യഹോവയുടെ ആത്മാവ് എന്ന് പറയുന്നു, പുത്രത്വത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, മനസ്സൊരുക്കമുള്ള ആത്മാവ് എന്ന് പറയുന്നു, അതുപോലെ തന്നെ ബലത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, പ്രവചനത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, സത്യത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നു, പിതാവിന്റെ ആത്മാവ് എന്ന് പറയുന്നു. പഴയ നിയമ വിശുദ്ധന്മാരിൽ ഉണ്ടായിരുന്നതെല്ലാം ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നുവെന്ന് പ്രിയ കർത്താവിന്റെ ദാസൻ സൈമൺ ബ്രദർ പറഞ്ഞല്ലോ. അപ്പൊ ഇങ്ങനെ പല പേരിനാൽ അത് അറിയപ്പെടുന്നുവെങ്കിലും ഒരു ഒറ്റ പേര് മാത്രമേ ഉള്ളൂ. ആ പരിശുദ്ധാത്മാവിനൊരു പേര്, അത് കർത്താവായ യേശു ക്രിസ്തു. ഇപ്പൊ ഉദാഹരണം ഞാൻ പറയാം. പരിശുദ്ധാത്മാവിന്റെ പേര് എന്നുള്ളത് വളരെ പ്രയാസമില്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്ന്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. വാസ്തവത്തിൽ യേശു ക്രിസ്തു നമ്മോട് കൂടെയുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നമ്മോട് കൂടെ ഉള്ളത്? 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെ ഞാൻ അവിടെ ഉണ്ടെന്ന. ഇന്ന് യേശു എങ്ങനെയാ പ്രവർത്തിക്കുന്നത്? ഇന്ന് യേശു നമ്മുടെ ഇടയിൽ പരിശുദ്ധാത്മാവായിട്ട് പ്രവർത്തിക്കുക. അപ്പം ആ പരിശുദ്ധാത്മാവിന്റെ പേരെന്താ? യേശു എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ബൈബിൾ പഠിക്കുമ്പോൾ ആരാണ് ദൈവം എന്ന് ചോദിക്കുമ്പോൾ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ യഹോവ എന്ന അവിടെ സൂചിപ്പിക്കുന്നത്. യഹോവ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിന് വേണ്ടി വിടുതലിന് വേണ്ടി വെളിപ്പെട്ട ഒരു നാമമാണ് യഹോവ എന്നുള്ള നാമം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ധാരാളം കാര്യങ്ങൾ നമുക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആശ്വാസപ്രദൻ, ബലത്തിന്റെ ആത്മാവ്, ജ്ഞാനത്തിന്റെ ആത്മാവ്, കൃപയുടെ ആത്മാവ്, ഇങ്ങനെ ഇത്യാദി അനവധി പേരുകൾ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നു. പരിശുദ്ധാത്മാവ് ദൈവം ആത്മാവാകുന്നു. അപ്പൊ ഈ ആത്മാവ് ഏതാ? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്നാമതൊരാത്മാവ് ഉണ്ടെങ്കിൽ ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നു. ആ ദൈവം ആത്മാവാകുന്നുവെന്ന്
പഴയ നിയമം പറയുന്നുണ്ട്. അതുപോലെ തന്നെ യോഹന്നാൻ 4:24 പറയുന്നുണ്ട്. 99 സങ്കീർത്തനം 9 വാക്യത്തിലും ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നു. അപ്പം ദൈവം ആത്മാവാകുന്ന ആ ആത്മാവും പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയും ഇതെങ്ങനെ യോജിച്ചു പോകും? അപ്പൊ ആത്മാക്കൾ 3 ആത്മാവ് 1 എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അപ്പോൾ ദൈവം ആത്മാവാകുന്നു, കർത്താവ് ആത്മാവാകുന്നു. അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നതെല്ലാം ഒന്ന് തന്നെയാണ്. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി നമ്മൾ കാണുമ്പോൾ ഇന്ന സ്ഥലത്ത് സുവിശേഷം അറിയിക്കരുത് എന്ന് പരിശുദ്ധാത്മാവ് വിലക്കിയെന്നാ പറഞ്ഞു. മറ്റൊരു ഭാഗത്ത് പറയുന്നു യേശുവിന്റെ ആത്മാവ് സമ്മതിച്ചില്ലെന്ന് പറയുന്നു. അപ്പൊ ഈ പരിശുദ്ധാത്മാവും യേശുവിന്റെ ആത്മാവും രണ്ടും രണ്ടല്ല. നമുക്ക് പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വന്നു. അതിനെക്കുറിച്ച് യോവേൽ എന്താ പറയുന്നത്? അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ ഞാൻ പകരും എന്ന്, യഹോവയുടെ ആത്മാവിനെ പകരും എന്നാ പറഞ്ഞത്. അപ്പൊ പെന്തക്കോസ്ത് നാളിൽ പകർന്ന ആത്മാവ് ആരുടെ ആത്മാവാ? യഹോവയുടെ ആത്മാവാ, ആ പരിശുദ്ധാത്മാവാ. അപ്പൊ ആ യഹോവയുടെ ആത്മാവും ഇവിടെ പരിശുദ്ധാത്മാവ്, പെന്തക്കോസ്ത് നാളിൽ പകർന്ന പരിശുദ്ധാത്മാവും രണ്ടാണോ? 41 യെശയ്യാവ് 41:14 വാക്യം വായിക്കുമ്പോൾ അവിടെ ഹോളി 1 എന്നാ പറയുന്നത്. ഹോളി 2 ഇല്ല, ഹോളി 3 ഇല്ല. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ്, കർത്താവിന്റെ ആത്മാവ്, ക്രിസ്തുവിന്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ്, യേശുവിന്റെ ആത്മാവ്, ഇതെല്ലാം ഒരേ കാര്യങ്ങളാണ്. യഹോവയുടെ ആത്മാവ് എന്ന് പറയുമ്പോൾ യഹോവ, നമുക്കറിയാം, ഇസ്രയേലിന്റെ വിടുതലിനോടുള്ള ബന്ധത്തിലാ യഹോവ എന്നുള്ള നാമം വെളിപ്പെടുന്നത്. അപ്പൊ യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഇസ്രയേലിനോടുള്ള ഉടമ്പടിയുടെ ഒരു ഇസ്രയേലുമായിട്ട് ഉടമ്പടി ചെയ്യുമ്പോഴാണ് യഹോവയുടെ ആത്മാവ് എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുമ്പോൾ സകലരെയും അത് ഉദ്ദേശിക്കുകയാണ്. എല്ലാം പ്രവർത്തിക്കുന്ന ഒരാത്മാവിന്റെ പ്രവൃത്തി തന്നെയെന്ന് വിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയ സ്നേഹിതരെ, ദൈവം ആത്മാവാകുന്നു. ദൈവം ആരാകുന്നു എന്നുള്ളതിന് ദൈവം ആത്മാവാകുന്നു. ദൈവം എന്താകുന്നു എന്നുള്ള ചോദ്യത്തിന് നമ്മൾ നോക്കുമ്പോൾ ദൈവം പരിശുദ്ധനാകുന്നു. ആരാകുന്നു എന്നുള്ളതും പരിശുദ്ധനാകുന്നു. ദൈവം പരിശുദ്ധനാകുന്നു. ഏകപരിശുദ്ധനേ ഉള്ളൂ. കർത്താവായ യേശു ഏകപരിശുദ്ധൻ എന്ന് വെളിപ്പാട് പുസ്തകം പറയുമ്പോൾ ആ ഏകപരിശുദ്ധൻ യഹോവയാണെന്ന് സങ്കീർത്തനത്തിലും യെശയ്യാപ്രവചനത്തിലും ഹോളി 1 തന്നെ പറയും. അപ്പോ തൃത്വം എന്ന് പറയുന്ന ബാബിലോണിയ ദുരുപദേശം ഇന്ന് ജനങ്ങളിലേക്ക് കടന്നു വന്നതിന്റെ പരിണിത ഫലമായിട്ട് സത്യ ഉപദേശത്തെ ദുഷിപ്പിക്കുന്ന, സത്യ ഉപദേശത്തെ അത് വളരെയധികം വികൃതമാക്കി കാട്ടുന്ന ഒരു വലിയ പ്രവൃത്തി ഇന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അന്ത്യകാലമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള പ്രവൃത്തികൾ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ യഥാർത്ഥത്തിൽ തന്റെ ഭക്തന്മാരെ, പഴയ നിയമ ഭക്തന്മാരെ ഉണ്ടായിരുന്ന ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവായിരുന്നു എന്ന് പറയുന്നു. ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാലും, പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാലും, യേശുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാലും, യഹോവയുടെ ആത്മാവ് എന്ന് പറഞ്ഞാലും, ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാലും, ആശ്വാസപ്രദൻ എന്ന് പറഞ്ഞാലും, ആ കാര്യസ്ഥൻ എന്ന് പറഞ്ഞാലും, അഡ്വക്കറ്റ് എന്ന് പറഞ്ഞാലും, എല്ലാം ഒരേ ആത്മാവിനെ, ഓരോ പ്രവൃത്തി വരുമ്പോൾ ആ പ്രവൃത്തിയോടുള്ള ബന്ധത്തിൽ അതിന്റെ ഭാഷ ശൈലിക്ക് മാറ്റം ഉണ്ടാകുന്നുവെങ്കിലും ഒരേ ആത്മാവിന്റെ ഒരേ പ്രവർത്തനത്തെ 2, 3, 4 ആക്കി വെട്ടിമുറിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പകരുമെന്ന ആ പകർച്ചയാണ് പെന്തക്കോസ്ത് നാളിൽ ഉണ്ടായത്. പെന്തക്കോസ്ത് നാളിൽ പകർന്ന ആത്മാവും അതുപോലെ തന്നെ ദൈവത്തിന്റെ ആത്മാവും, യഹോവയുടെ ആത്മാവും, ക്രിസ്തുവിന്റെ ആത്മാവും, യേശുവിന്റെ ആത്മാവും ഒന്നാണെന്ന് ഈ അന്ത്യകാലത്ത് ഞങ്ങളുടെ മാന്യ സ്നേഹിതരെ നിങ്ങൾ ഗ്രഹിക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ളവർ നിങ്ങൾ മാന്യമായിട്ട് ഉള്ള കമന്റ്, ഒരു പരിഹാസ വിഷയമല്ല, പരിശുദ്ധാത്മാവിനെ പരിഹസിക്കാൻ പാടില്ല, മാന്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾ അതിന് മറുപടി നൽകുന്നതായിരിക്കും. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ.
സൈമൺ ബ്രദർ തുടർന്നുള്ള പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ച് അത് പിതാവുമായിട്ടും പുത്രനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തുടർന്ന് സംസാരിക്കുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആദ്യമേ നമുക്ക് ഈ പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി 19 തന്നെ നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ യോഹന്നാന്റെയും എന്താ പറയുന്നേ ശിഷ്യന്മാർ അവിടെ പോകുന്നുണ്ട്. അവര് പൗലോസിനെ കാണുമ്പോഴത്തേക്ക് പൗലോസ് അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പറ്റി നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചോ എന്നുള്ള ചോദ്യം ചോദിക്കും. ഓക്കെ, അപ്പൊ പരിശുദ്ധാത്മാവിനെ പറ്റി കേട്ടിട്ട് പോലും ഇല്ല എന്നുള്ള കാര്യമാണ് അവര് മറുപടിയായിട്ട് പറയുന്നത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ഇതാണെന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ഈ ശിഷ്യന്മാരായതും യേശുവിനെ പറ്റി അറിയുന്നവർക്കും ഉള്ള വ്യക്തികൾക്ക് പോലും പരിശുദ്ധാത്മാവ് ആരാന്നുള്ള കാര്യം അറിയത്തില്ല. അറിയാത്തതിന്റെ ഒരു വലിയ വിഷയമുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 14 വായിക്കുമ്പോഴത്തേക്ക് തന്നെ അവിടെ 16 മുതൽ നമ്മളൊന്ന് നോക്കാം. 16 ഭാഗം മുതൽ നോക്കുമ്പോൾ ഐ വിൽ പ്രേ ദ ഫാദർ ആൻഡ് ഹി ഷാൽ ഗീവ് യു അനദർ കംഫർട്ടർ, ഓക്കെ, ദാറ്റ് ഹി മേ അബൈഡ് വിത്ത് യു ഫോർ എവർ. അപ്പം വേറൊരു കംഫർട്ടർ ഉണ്ട്. ആ കംഫർട്ടർ ആണ് പരിശുദ്ധാത്മാവ് എന്നുള്ള കാര്യം നമുക്കറിയാം. ആ കംഫർട്ടർ വരുമ്പോഴാണ് നമ്മളുടെ കൂടെ നമ്മൾ വസിക്കാൻ പോകുന്നത്. അപ്പം ഈവൻ 17 നമ്മൾ നോക്കുമ്പോൾ ഈവൻ ദ സ്പിരിറ്റ് ഓഫ് ട്രൂത്ത് whom the world cannot receive, ലോകത്തിന് അതിനെ റിസീവ് ചെയ്യാൻ ഒക്കത്തില്ല. ബിക്കോസ് ഇറ്റ് സീത്ത് ഹിം നോട്ട്, അവർക്ക് അതിനെ കാണാൻ ഒക്കത്തില്ല. നീദർ നോത്ത് ഹിം, അവർ അറിയത്തുമില്ല ആരാന്നുള്ള പരിശുദ്ധാത്മാവ് ആരാന്നുള്ള കാര്യം അവർ അറിയത്തുമില്ല. ബട്ട് ഈ നോ ഹിം എന്ന് പറഞ്ഞാൽ ശിഷ്യന്മാരോട് പറയാം, ബട്ട് നിങ്ങൾക്ക് അറിയാം അതാരാണ്. ഓക്കെ, ഫോർ ഹി dwelleth with you. അപ്പം ആ നിങ്ങളിൽ വസിക്കാൻ പോകുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് അറിയാം അതാരാന്ന്. ആൻഡ് ഷാൽ ബി ഇൻ യു, നിങ്ങളിനകത്താ അതുള്ളത്. അപ്പൊ ഇവിടെ അത് കഴിഞ്ഞിട്ട് യേശു പറയുന്ന 18-ാമത്തെ ഇതിനകത്ത് പറയുന്നത് ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ അനാഥരായി വിടത്തില്ല. ഐ വിൽ കം ടു യു. അനാഥർ എന്ന് പറഞ്ഞാൽ നമ്മള് പിതാവ് തത്വപ്രകാരം വേറൊരു വ്യക്തിയാണെങ്കിൽ യേശുവിന് അത് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പിതാവ് എപ്പോഴും നമുക്ക് വേണ്ടി ഉണ്ടല്ലോ. പക്ഷെ യേശു കൂടെ നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ വിൽ നോട്ട് ലീവ് യു ഓർഫൻ ആൻഡ് ഐ വിൽ കം ടു യു. അപ്പൊ യേശു വരാൻ പോകുന്നെന്നുള്ള കാര്യം ഇവിടെ പറയുക. ഇവിടെ നമുക്ക് കൺഫേം ആവുന്നില്ല. വേറൊരു ചിലപ്പോൾ 2ാം വരവിനെ പറ്റി ആണെന്നോണം പറയുന്നെന്നുള്ള കാര്യം വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. പക്ഷെ 19-ാമത്തെ വേർഡ്സിനകത്ത് ഇത് കൺഫേം ആവാ. yet a little while and the world seeth me no more. ഓക്കെ, ഇച്ചിരി കുറച്ച് സമയം കഴിഞ്ഞിട്ട് ലോകം എന്നെ കാണത്തില്ല. ബട്ട് ഈ see me, നിങ്ങൾ എന്നെ കാണും. ഓക്കെ, ബിക്കോസ് ഐ ലീവ് ye shall live also. ഓക്കെ, നമ്മൾ ഇവിടെ നിന്ന് പോന്നു. 20th verse, at that day എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം ye shall know that I am in my father, ഞാൻ എന്റെ പിതാവിലും, and he in me, നിങ്ങൾ എന്നിലും, and I in you, ഞാൻ നിങ്ങളിലും. അപ്പം ആരാ നമ്മളിലുള്ളത്? അത് യേശു ആണെന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാവുക. അതിന്റെ 26-ാമത്തെ വേർഡ്സ് നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ കൺഫേം ആവുക ആ വരുന്ന പരിശുദ്ധാത്മാവിന്റെ പേര് എന്തുവാന്ന്. ബട്ട് ദ കംഫർട്ടർ വിച്ച് ഈസ് ദ ഹോളി ഗോസ്റ്റ്. നമ്മളിവിടെ നോക്കണം, ഇംഗ്ലീഷിനകത്ത് അതിനെ ഹോളി ഗോസ്റ്റ് എന്നാ പറയുന്നത്. ഹോളി ഗോസ്റ്റ് നമുക്കറിയാമല്ലോ. ഗോസ്റ്റ് എന്തുവാ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഗോസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരിച്ച വ്യക്തിയുടെ സ്പിരിറ്റിനെയാണ് ഗോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ദൈവം മരിക്കും, അല്ലെങ്കിൽ ദൈവം ആത്മാവിനെ ഗോസ്റ്റിന് എന്തിനാ വിളിക്കുന്നത്? ആ ഗോസ്റ്റിനെ വിളിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവാണ്. ക്രിസ്തുവിന്റെ ആത്മാവായോണ്ടാണ് അതിനെ ഗോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ ജഡത്തിൽ യേശു മരിച്ചായിരുന്നല്ലോ. അതുകൊണ്ട് ആ ആത്മാവിനെയാണ് ഗോസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ആ ഹോലി ഗോസ്റ്റിന് ഇംഗ്ലീഷ് ബൈബിളിനകത്ത് അഡ്രസ് ചെയ്തേക്കുന്നത്. whom the father will send in my name, എന്റെ നാമത്തിൽ ആ പരിശുദ്ധാത്മാവ് വരാൻ പോകും. ഇവിടെ ഞാൻ ഇവിടെ വിടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വർഷം കൂടെ പഴയ നിയമത്തിനകത്തുനിന്ന് 2 സാക്ഷികൾ വേണമല്ലോ. ഇപ്പം ഇവിടെ ഈ പരിശുദ്ധാത്മാവിന്റെ പേര് യേശു ക്രിസ്തു ആണെന്നുള്ള കാര്യം പറഞ്ഞു. ഇനി നമ്മൾ ഐസയ 9:6 പുത്രന്റെ കാര്യം പറയുന്നുണ്ട്. നമ്മൾ ഐസയ 9:6 വായിക്കാം. For unto us a child is born, നമുക്കൊരു പുത്രനെ നൽകപ്പെട്ടു, നമുക്കൊരു unto us a son is given,
ആൻഡ് ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ഓക്കെ, ഇവിടെ നമ്മൾ ഇനി നോക്കേണ്ടത് ആൻഡ് ഹിസ് നെയിം. ആ പുത്രന്റെ നെയിം എന്തുവാന്ന് നമുക്കറിയാം, യേശു. ആ യേശു എന്താ പറയുന്നത്, ഹിസ് നെയിം ഷാൽ ബി കോൾഡ് വണ്ടർഫുൾ കൗൺസിലർ. ഇവിടെ വണ്ടർഫുൾ കൗൺസിലറിനെ അഡ്രസ് ചെയ്തേക്കുന്നത് ആ പുത്രന്റെ നെയിം തന്നെയാണ് ഈ വണ്ടർഫുൾ കൗൺസിലർ എന്നുള്ള കാര്യം ഇവിടെ രണ്ടാമത്തെ സാക്ഷ്യപ്രകാരവും വ്യക്തമാവുക. നമ്മൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവ് ആരാന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായി. അത് വേറൊരു വചനം കൂടെ ഞാൻ കാണിച്ചു തരാം. അത് റോമൻസ് 8:9 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക്, ബട്ട് ഈ ആർ ഇൻ ഫ്ലെഷ്, ഈ ആർ നോട്ട് ഇൻ ഫ്ലെഷ്. അപ്പൊ നിങ്ങൾ ഇനി ജഡത്തിലല്ല. ആർക്ക് വേണ്ടിയായി സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ടവരുടെ കാര്യം പറയുന്നത്, ബട്ട് ഇൻ ദ സ്പിരിറ്റ്. അപ്പൊ നമ്മൾ ആത്മാവാൽ, ശരീരത്താൽ നമ്മൾ എന്താ പറയുക, റീബോൺ ആയി നമ്മൾ ആത്മാവാൽ വീണ്ടും ജനിച്ചവരുടെ കാര്യം പറയുന്നത്. ഇഫ് സോ ബി ദാറ്റ് ദ സ്പിരിറ്റ് ഓഫ് ഗോഡ് ഡ്വെൽ ഇൻ യു. അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ ദൈവത്തിന്റെ ആത്മാവ്. നമ്മൾ അത് കഴിഞ്ഞിട്ട് അടുത്ത ഇത് കൊണ്ട് നോക്കുമ്പോഴത്തേക്ക്, നൗ ഇഫ് എനി മാൻ ഹാവ് നോട്ട് ദ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്. അപ്പം ഇവിടെ പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവ്, ഇവിടെ പറഞ്ഞ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് ഈസ് നൺ ഓഫ് ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഇത് ഒരേ ആത്മാവാണെന്നുള്ള കാര്യം നമ്മൾ എഫിഷ്യൻ നോക്കുമ്പോഴത്തേക്ക് 1 സ്പിരിറ്റ്, എഫിഷ്യൻസ് 4:4-6 നമ്മൾ നോക്കുമ്പോഴത്തേക്ക് 1 ഗോഡ് 1 ലോർഡ്. നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ബോഡി 1 സ്പിരിറ്റ് എന്ന് പറയുന്ന ആ സെയിം സ്പിരിറ്റ് എന്നാന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കാം. അതുമല്ല, നമ്മൾ തൃത്വത്തിന്റെ പ്രകാരം ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. ഇപ്പം യേശുവും പിതാവും പരിശുദ്ധാത്മാവും ഒരു 3 വ്യക്തികളാണെങ്കിൽ, അതുമല്ല തൃത്വപ്രകാരം അത് കോ ഇറ്റർണലാണ്. അപ്പൊ കോ ഇറ്റർണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പോലെ ഉണ്ടായിരുന്ന ഒരേപോലെ സമയത്തുണ്ടായ, യേശു അങ്ങനെ പറഞ്ഞല്ലോ, ഞാൻ ആദ്യനും അന്ത്യനും ആവുന്നെന്ന് പറയുന്നു. അപ്പൊ ആദ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്നെ ആണെന്നുള്ള കാര്യം യേശു തന്നെ സ്വന്തം ഭാഗം കൊണ്ട് പറയുന്നു. അപ്പം യേശു ആദ്യനാണെങ്കിൽ യേശുവിന് പിന്നെ വേറെ പിതാവ് ഉണ്ടാവും. യേശുവിന്റെ മുമ്പേ യേശു എങ്ങനെ പുത്രനായി തീരുന്നത് എന്ന് പറഞ്ഞാൽ, പുത്രനാണെങ്കിൽ പിതാവ് നമ്മളെക്കാളും മുമ്പേ ഉണ്ടോണ്ടല്ലേ നമ്മൾ ഫാദർ എന്ന് വിളിക്കുന്നതും. അതുമല്ല പുത്രൻ പിന്നല്ലേ വന്നേക്കുന്നത്. പിതാവിന്റെ മുമ്പേ എന്തായാലും പുത്രൻ ഇല്ല. അപ്പൊ യേശു ഒന്നാമനാവാൻ സാധ്യതയില്ല. അതുകൊണ്ട് തൃത്വത്തിൽ അതിനെ രണ്ടാമനാക്കുകയും പരിശുദ്ധാത്മാവിനെ മൂന്നാമനാക്കുമ്പോഴത്തേക്ക് ഈ പരിശുദ്ധാത്മാവ് പിതാവും തമ്മിലുള്ള ബന്ധമില്ല. ഇപ്പൊ ഒരാള് പുത്രനായി, അപ്പം പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ വ്യക്തിയാണെങ്കിൽ അതിന്റെ പിതാവ് എന്താ പറയുന്നേ, ദൈവം തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ പിതാവ് തന്നെയല്ലേ. അപ്പം പരിശുദ്ധാത്മാവും പിതാവും തമ്മിലുള്ള ബന്ധവും പിതാവും പുത്രനും തമ്മിലുള്ളതാണ്. അതുമല്ല, പരിശുദ്ധാത്മാവെന്ന് പറയുമ്പം പിതാവ് ആത്മാവല്ലയോ, പിതാവ് പരിശുദ്ധനല്ലയോ, യേശു പരിശുദ്ധനല്ലയോ, യേശു ആത്മാവല്ലയോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇസ്രായേലിന്റെ എത്ര പരിശുദ്ധന്മാരുണ്ട്? 3 പരിശുദ്ധന്മാരുണ്ടോ? അല്ല. അപ്പൊ ഇത് മനസ്സിലാക്കാതെ ദൈവത്തിന്റെ ആത്മാവും ക്രിസ്തുവിന്റെ ആത്മാവും പരിശുദ്ധാത്മാവും ഒരേ ആത്മാവാണ്, ആ ആത്മാവിന്റെ പേരാണ് യേശു ക്രിസ്തു എന്നുള്ള കാര്യം ഈ സത്യം മനസ്സിലാക്കാത്തതുകൊണ്ട് അവര് പുതിയ തിയോളജിയും പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പം നമുക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുമ്പം നമുക്കറിയാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം അത് യേശു ക്രിസ്തു ആണെന്നും ആ യേശു ക്രിസ്തു തന്നെയാണ് ഏക സത്യ ദൈവം എന്നുള്ള വിശ്വാസം നമുക്ക് വരുന്നത്. അത് ബൈബിൾ പ്രകാരം വചനങ്ങളുണ്ട്. പക്ഷെ ക്രിസ്തുവം തെളിയിക്കാനോ 3 വ്യക്തികളോ പിതാവ് പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ വ്യക്തിയാണെന്നുള്ള കാര്യമൊന്നും ബൈബിളിനകത്ത് ഇല്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് നമുക്ക് ആ വിഷയം എന്താ പറയുന്നത്, തിയോളജിക്കകത്ത് മാത്രം ബൈബിളിനകത്ത് പഠിക്കാൻ സാധ്യമല്ല. ഇത് പറഞ്ഞിട്ട് ഞാൻ ക്ലോസ് ചെയ്യും. താങ്ക് യു. ഹല്ലേലൂയ. വെരി ഗുഡ്. നല്ല 3 പ്രസന്റേഷനും വളരെ ആധികാരികമായിരുന്നു. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിന്നുകൊണ്ട് ആത്മാവ്, പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിലും യഹോവയുടെ ആത്മാവ് എന്നുള്ള നിലയിലും ക്രിസ്തുവിന്റെ ആത്മാവ് എന്നുള്ള നിലയിലും സത്യത്തിന്റെ ആത്മാവ് എന്നുള്ള നിലയിലും അങ്ങനെ വിവിധ ആത്മാവിന്റെ മാനിഫെസ്റ്റേഷൻസ് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം ആത്മാവിന്റെ വെളിപ്പാടുകളാണെന്നാണ് പറയുന്നത്. അവിടെ ഒരിക്കലും ഒരു വ്യക്തിയുടെ വെളിപ്പാടെന്ന് പറയാത്തത് കൊണ്ട് തന്നെ ബേസിക്കലി അടിസ്ഥാനപരമായി തന്നെ തൃത്വം എന്ന് പറയുന്ന ഒരു പോളിസി അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിളിന് തന്നെ ഒരു അടിസ്ഥാനം അവിടെ കാണുന്നില്ല. കാരണം
ആത്മാവ് എന്നാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. സോ അടുത്ത കാര്യങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ബ്രദർ ഗീവറീസ് ജോസഫിന് എന്താണ് പറയാനുള്ളത്? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരത്തിൽ ACND-യോടുള്ള എല്ലാവിധ നന്ദിയും ഈ തരുണത്തിൽ അറിയിക്കുന്നു. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ചാണല്ലോ. അപ്പോൾ പരിശുദ്ധാത്മാവെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴേക്കും ബൈബിളിൽ രണ്ടു തരത്തിലുള്ള ആത്മാക്കളെ കുറിച്ച് പറയുന്നുണ്ട്. പരിശുദ്ധാത്മാവും ലോകത്തിന്റെ ആത്മാവും, പിശാചിന്റെ ആത്മാവും. രണ്ടു തരത്തിലുള്ള ആത്മാവിനെ കുറിച്ച് ദൈവവചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 8-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവന് തന്നെ പാപത്തെ കുറിച്ച്, നീതിയെ കുറിച്ച്, ന്യായവിധിയെ കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. അപ്പം ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ പിശാചിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അപ്പൊ രണ്ടു തരത്തിലുള്ള ആത്മാക്കൾ ലോകത്ത് ഉണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ പഴയ നിയമത്തിലേക്ക് നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യനില് ആത്മാവിന്റെ വ്യത്യാസങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് പ്രധാനമായിട്ട് 1 രാജാക്കന്മാരുടെ പുസ്തകത്തില് നമ്മൾ ഏലിയാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു ആത്മാവിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. കാരണം ദൈവത്തിന്റെ ആത്മാവ് പഴയ നിയമത്തിൽ എന്താണ് ഒരു മനുഷ്യൻ നിന്ന് വിട്ടുപോകുന്ന കാഴ്ച നമുക്ക് കാണാം. എപ്പോഴും അവർ തുടരെ നിൽക്കുന്നില്ല എന്നൊരവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അത് നമ്മള് 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നു, പിന്നെ അവൻ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായിരുന്നാൽ, നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് കിഴക്കോട്ട് ചെന്ന് യോർദാന് കിഴക്കുള്ള കെരീത്ത് തോട്ടിനരികെ ഒളിച്ചിരിക്കുക. അപ്പം അതിന് മുമ്പത്തെ വാക്യങ്ങളിലൊക്കെ ഈ ഏലിയാവ് പ്രവചിക്കുന്ന നമുക്ക് കാണാം. അപ്പൊ ഏലിയാവ് പ്രവചിക്കുന്ന എങ്ങനെയാണ്? ദൈവത്തിന്റെ ആത്മാവിലാണ്. അപ്പൊ ദൈവത്തെ ആരും എന്ത് ചെയ്തില്ല, ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന്റെ ആത്മാവ് അവനോട് കൂടെ ഉള്ളായിരുന്നത് കൊണ്ടാണ് അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ 18-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 12-ാമത്തെ വാക്യത്തിലേക്കാണ്, ഞാൻ നിന്നെ പിരിഞ്ഞു പോയ ഉടനെ യഹോവയുടെ ആത്മാവ് നിന്നെ ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകും എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നു. അപ്പം അതിൽ നിന്നെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ദൈവം തന്റെ പ്രവൃത്തികളെല്ലാം ആത്മാവിലൂടെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ശമരിയ സ്ത്രീയോട് യേശു ക്രിസ്തു സംസാരിക്കാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം ആത്മാവാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ആത്മീയ രൂപമാണ്, അല്ലെങ്കിൽ ആത്മാവായ രൂപമാണ്. അതായിരിക്കാം യേശു ക്രിസ്തുവോടെ വെളിപ്പെടുത്തുന്നത്. അപ്പോ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവിലും ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതാണ് ഈ പിതാവ് എന്നിലിരുന്ന് തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് യേശുക്രിസ്തു പറയുന്നു. അപ്പൊ അതിനെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയല്ല. ദൈവത്തിനൊരു ആത്മാവ് എന്ന വ്യക്തിത്വം മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം അത് നമ്മൾ ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 16 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്ക് നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരുമെന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തൃത്വക്കാര് പറയുന്ന പോലെ 3-ാമത്തെ ആളാണ് ഈ കാര്യസ്ഥൻ എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മള് യേശുക്രിസ്തുവിന്റെ ജനനത്തെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവിടെ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്, ദൈവം നമ്മോട് കൂടെ എന്ന പേരുള്ള ഇമ്മാനുവേൽ എന്ന പേര് അവന് ഇടണമെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം ദൈവം എങ്ങനെയാണ്? ആത്മാവായിട്ടാണ് ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു കാര്യമാണ് അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം 3-ാമത്തെ വ്യക്തി അല്ലെന്നുള്ള കാര്യം അവിടെ ആ വാദം അവിടെ പൊളിയുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുപോലെ തന്നെ 1 കൊരിന്ത്യർ 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ മനുഷ്യനുള്ളത് അവരിലെ മനുഷ്യാത്മാവ് അല്ലാതെ മനുഷ്യൻ ആരറിയും, അവണ്ണം തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ദൈവാത്മാവിനെ കുറിച്ച് അറിയണമെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് വരണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മളുടെ കൂടെ ഇരുന്ന് ദൈവിക കാര്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോ നമ്മള് ഇവിടെ നമ്മുടെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ നമുക്ക് 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണാനായിട്ട് സാധിക്കുന്നു, താങ്കൾ മരുഭൂമിയിൽ ഒരു ദിവസം പഠിച്ചെന്ന് ഒരു ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് മരിക്കുവാൻ ഇച്ഛിച്ചു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പം അവൻ 17-ാം അധ്യായത്തിൽ ആദ്യ ഭാഗങ്ങളിലൊക്കെ അവൻ എങ്ങനെയായിരുന്നു? പ്രവചിച്ചു.
അത്രയും ധൈര്യമായിട്ട് പ്രവചിച്ച വ്യക്തി 19-ാം അധ്യായത്തിലേക്ക് വന്നപ്പോൾ തളർന്നുപോയി. കാരണം ദൈവത്തിന്റെ ആത്മാവ് അവന് വിട്ടുപോയത്. അതാണ് അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനമായ കാര്യം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വിട്ടുപോയി കഴിഞ്ഞപ്പോൾ അവൻ എന്താണ്? നിരാശയുണ്ടായി. അപ്പം പരിശുദ്ധാത്മാവ് നമ്മളുടെ കാര്യസ്ഥനായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സഹായിക്കുകയുള്ളൂ. ആ പരിശുദ്ധാത്മാവില്ലാതെ പാപത്തെക്കുറിച്ചോ നീതിയെക്കുറിച്ചോ ന്യായവിധിയെക്കുറിച്ചോ നമുക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഈ ലോകത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അനീതിയും അതുപോലെ തന്നെ പാപവും വരുത്തുന്ന ആത്മാവാണ്. അപ്പൊ ആ പാപത്തിന്റെ ആത്മാവ് വരുന്നതിന്റെ പ്രധാനമായ കാര്യം എന്താണ്? ദൈവാത്മാവ് നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോ ആ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല, അത് ദൈവം തന്നെ ആണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുക്രിസ്തു പറയുന്നത് നമുക്ക് മനസ്സിലായി. എന്താണ്? ദൈവമാത്മാവാണെന്നുള്ള കാര്യം. ഈ വചനങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാനിവിടെ നിർത്തി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബുദ്ധിപൂർവം ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഒരു മനുഷ്യനും ആത്മാവിനെ ഒരു വ്യക്തിയായിട്ട് പ്രദർശിപ്പിക്കാൻ ശ്രമിക്കുന്നില്ല. നമുക്കറിയാം, തൃത്വം പഠിപ്പിക്കുന്ന ഒരു വ്യക്തി പോലും ബൈബിളിൽ നിന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന 3 വ്യക്തികളെ തെളിയിക്കുന്ന അതേ മനുഷ്യൻ യുക്തിസഹമായി ആത്മാവിനെ ഒരു വ്യക്തിയായി സമർത്ഥിക്കാൻ പരിശ്രമിക്കത്തില്ല. കാരണം അവൻ ചുരുങ്ങിയ പക്ഷം 10ാം ക്ലാസ് വരെയെങ്കിലും പഠിച്ച ആളായിരിക്കുമല്ലോ തൃത്വത്തിൽ ബൈബിൾ കോളേജിൽ പോയത്. അവൻ ബൈബിൾ കോളേജ് സ്റ്റഡി മാറ്റിവെച്ചാൽ അവന്റെ യുക്തിക്ക്, ലോജിക്കിന് വിശ്വസിക്കാൻ കഴിയത്തില്ല ആത്മാവ് ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ സ്വന്തം ബുദ്ധിക്കും വിവേകത്തിനും പോലും സമ്മതിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെയാണ് ദൈവത്തിന്റെ ആത്മാവിനെ ഒരു വ്യക്തിത്വം ചാർത്തി ഈ പെന്തക്കോസ്തുകാരെ അവതരിപ്പിക്കുന്നത്. അതിനകത്തൊരു വിശേഷപ്പെട്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം യേശുക്രിസ്തുവിന്റെ ജനനത്തെ സംബന്ധിച്ച് നാം പഠിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, കർത്താവിന്റെ ദൂതൻ ജോസഫിന്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ പറയുന്നു. 1-ാം അധ്യായത്തിൽ ഇവിടെ പറയാണ്, കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കണ്ട. അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടെ സ്വർഗത്തിൽ നിന്ന് അയച്ച ദൂതൻ മറിയത്തെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറായപ്പോൾ എന്തിന്റെ പേരിൽ? മറിയത്തിന്റെ ഉദരത്തിൽ ഒരു ശിശു ഉരുവായിട്ടുണ്ട്. ആ ഉരുവായ ശിശുവിന്റെ അപ്പൻ പരിശുദ്ധാത്മാവിലാണ് എന്നാണ് ജോസഫിനോട് സ്വർഗത്തിൽ നിന്ന് വന്ന ദൂതൻ പറയുന്നത്. ശ്രദ്ധിക്കണം, ഇതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ പറയുന്നത് നമുക്കറിയാം, നമ്മൾ ചോദിക്കുകയല്ലേ, ഇന്നയാൾക്ക് ഗർഭമുണ്ട് എന്ന് പറയാം. വിവാഹം കഴിച്ചയച്ച ഒരാളെ ഒരു വയറ്റിൽ ഗർഭം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് സ്വാഭാവികമായിട്ട് നമ്മളെന്ന് വിചാരിക്കുന്നത് ആ വിവാഹം കഴിച്ച പുരുഷനിൽ നിന്നാണ് ഉണ്ടായത്. ഇനി അങ്ങനെ ഒന്നുമില്ല, ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ഉണ്ടായതെങ്കിൽ തീർച്ചയായിട്ടും അവനായിരിക്കും അവന്റെ ആളെന്ന് നമ്മൾ പറയും. മനുഷ്യൻ പറയും, യെസ്, ചില ചുറ്റിക്കളി ഉണ്ടായിരുന്നു, അവന്റെ ആയിരിക്കും എന്ന് നമ്മൾ പറയുന്നു. മനുഷ്യമായ തലയിൽ നമ്മൾ അങ്ങനെ പറയുന്നെങ്കിൽ ഇവിടെ മറിയം ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിലാണ് എന്ന് സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ട ദൂതൻ ജോസഫിനോട് പറയുന്നു. എന്നാൽ വിചിത്രമായ ഒരു കാര്യം, യേശുക്രിസ്തു 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ പോയി കാണാതായി എന്ന് തിരിച്ചറിഞ്ഞവർ മടങ്ങി ദേവാലയത്തിൽ വരുമ്പോൾ യേശു പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഉള്ളതിൽ ഇരിക്കേണ്ടതുണ്ട്. 1-ാമത്തെ അധ്യായത്തിൽ ഇവിടെ പറയുകയാണ്, മത്തായിയിൽ പറയുകയാണ്, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിലാണ്. യേശു പറയുന്നത് എൻ്റെ പിതാവ് തൃത്തക്കാരുടെ ഭാഷയിൽ ഒന്നാമനാണ്. സ്വർഗത്തിലെ ദൂതം വന്ന് പറയുന്ന പ്രകാരമാണ് തൃത്തക്കാരുടെ നിർവചന പ്രകാരം, സ്വർഗത്തിലെ വന്ന ദൂതന്റെ അറിയിപ്പ് പ്രകാരം മറിയത്തിൽ ഉണ്ടായത് 3-ാമനിൽ നിന്ന്. യേശു പറയുന്നു എൻ്റെ പിതാവ് 1-ാമന. തൃത്തക്കാർ പറയുന്നു മറിയത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെട്ടതുകൊണ്ട് 3-ാമന. അപ്പം ഇവിടെ തന്നെ നമുക്ക് ഈ തിരുവെഴുത്തുകളിൽ നിന്നും ബൈബിൾ അന്വേഷിക്കുന്ന ഒരു മനുഷ്യന് മനസ്സിലാക്കാം, ദൈവം ആത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ആത്മാവാണ്. സൃഷ്ടിക്കുന്ന പ്രവൃത്തി ചെയ്യുവാൻ വേണ്ടി മറിയത്തിലേക്ക് വചനമായി പ്രവേശിച്ച ആത്മാവാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ്
പരിശുദ്ധാത്മാവിലാണ് അവൾ ഉൽപ്പാദിതമായെന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ബൈബിളിനെ വലിയ കെട്ടുകഥകളിലൂടെയും ബൈബിൾ തിയോളജിയന്മാരുടെ ഗ്രന്ഥങ്ങളുടെയോ അല്ലെങ്കിൽ അവരുടെ പ്രബന്ധങ്ങളുടെയോ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം സിമ്പിൾ ലോജിക് ഉപയോഗിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും ദൈവത്തിലെ അറ്റ്ലീസ്റ്റ് പരിശുദ്ധാത്മാവ് എന്നൊരു വ്യക്തിയാണെന്ന്, പിതാവിന്റെയും പുത്രന്റെയും കാര്യം മാറ്റിവെച്ചാൽ അവർ എന്നേക്കാൾ വലുതാണ്, എന്നെ അയച്ചു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ എടുക്കുന്ന അത്ര പോലും ലോജിക്കില്ല പരിശുദ്ധാത്മാവിനെ കുറിച്ച് പ്രസ്താവിക്കുമ്പോൾ ഒരാളത്വം സ്ഥാപിക്കാൻ. കാരണം അതിന് പറയുന്ന ഉൽപ്പത്തി മുതൽ പരിശുദ്ധാത്മാവ് വെള്ളത്തിന്റെ മേൽ എന്ത് ചെയ്തിരുന്നു? പൊരുന്നിരുന്നു, അല്ല വ്യാപരിച്ചു എന്ന് പറയാം. അപ്പൊ വെള്ളത്തിന്റെ മേലെ സൃഷ്ടി നടത്താൻ വെള്ളത്തിന്റെ മേലെ ഒരു ചലനമായി വ്യാപരിച്ചപ്പോ ആ ചലനത്തെ അവർ വ്യക്തിയാക്കി. അന്ന് മുതൽ അവിടെ മുതൽ തുടങ്ങിയതാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തിയാക്കി തുടങ്ങിയത്. ബൈബിൾ പണ്ഡിതന്മാരുടെ എല്ലാം തലയിൽ പിശാച് കയറ്റി വെച്ചിട്ടുള്ള ഏറ്റവും വലിയൊരു ആയുധമാണ് സ്വാഭാവിക മനുഷ്യന്റെ 4ാം ക്ലാസ് പഠിക്കുന്ന കുഞ്ഞിന്റെ ബുദ്ധിക്ക് പോലും നിരക്കാത്ത ഒരു കാര്യം ഒരു വ്യക്തി എന്ന തലത്തിൽ പ്രസ്താവിച്ചുകൊണ്ട് മനുഷ്യന്റെ കേവല ബുദ്ധിയെ പോലും നിഷ്പ്രഭമാക്കുന്ന ഒരു ദുരുപദേശം മനുഷ്യന്റെ തലയിൽ, ദൈവസഭകളുടെ തലയിൽ കുത്തി നിറച്ച് ദൈവത്തെ 3ആക്കി വിഭജിച്ചുകൊണ്ട് സാത്താന്റെ ആത്യന്തികമായ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി സഭകളെ വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പിശാചിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. മാത്രമല്ല യാക്കോബ് 2:19 പറയാണ് ദൈവം ഏകനാണെന്നും ഏകനാണ് ദൈവമെന്ന് അറിഞ്ഞ് പിശാച് വിറയ്ക്കുകയും ചെയ്യുന്നു. അപ്പം പിശാചിനറിയാം ദൈവം ഏകനാണ്, അവൻ ആത്മാവാണ്. ആ ആത്മാവായ ദൈവം ഏകനാണെന്ന് പിശാചിന് അറിഞ്ഞു വിറയ്ക്കുമ്പോ ആ ദൈവം ഏകനല്ല, ആ ദൈവത്തിൽ ഒരു പിതാവുണ്ട്, ഒരു പുത്രനുണ്ട്, ഒരു പരിശുദ്ധാത്മാവുണ്ട്. ഈ 3 പേരും സൃഷ്ടിയുടെ ആരംഭം മുതൽ അല്ലെങ്കിൽ എറ്റേണിറ്റി മുതൽ എറ്റേണിറ്റി വരെയും 3ആയി നിലനിൽക്കുന്ന 3 തുല്യ ശക്തികളായി നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ കേവല ബുദ്ധിയെ പോലും പിശാച് അടിയറ വെച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം. എന്ന് വെച്ചാൽ ബൈബിൾ കോളേജിൽ പോകുന്നവന്റെ സാമാന്യ ബുദ്ധി പോലും പിശാച് കവർന്നു കളയുന്നിടത്താണ് കേവല ബൈബിൾ കോളേജ് വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ ദൈവത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലുള്ള ധാരാളം ഉദാഹരണങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് എന്തിനാണ് എന്ന് പറയുമ്പോൾ പ്രവൃത്തി 5:32 പറയാണ് ദൈവം തന്നെ അനുസരിക്കുന്നവർക്കാണ് പരിശുദ്ധാത്മാവ് നൽകുന്നത്. എന്ന് വെച്ചാൽ ദൈവം അതിനെ അനുസരിക്കുന്നവർക്ക് എന്ന് വെച്ചാൽ സിമ്പിളാണ്. നമ്മുടെ രക്ഷയ്ക്കായി ദൈവത്തിന്റെ ഏക വ്യക്തിത്വമായ യേശുക്രിസ്തുവിന്റെ കാൽവരി മരണത്തിൽ വിശ്വസിക്കുകയും അവന്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഭാഗവാക്കാകുന്ന സത്യസ്നാനം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിക്കാണ് യഥാർത്ഥമായ അനുസരണമുള്ളത്. ആ അനുസരിക്കുന്നവർക്കാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നൽകുന്നത്. ബാക്കിയുള്ളവർക്ക് അനുസരിക്കുന്നത് ഒരു ദുരാത്മാവാണ്. ഗലാത്യർ 4:5 പറയാണ് അത് ദൈവപുത്രത്വത്തിന്റെ ആത്മാവാണ്. അത് വീണ്ടെടുക്കുന്ന ദൈവ പൈതലിന് ദൈവപുത്രത്വത്തിലേക്കുള്ള അഡോപ്ഷൻ നൽകിയതിന്റെ ആത്മാവാണ്. അബ്ബ എന്ന് പിതാവിനെ വിളിക്കാനുള്ള ആത്മാവാണ്. എന്ന് വെച്ചാൽ ഒന്നാമനെ വിളിക്കാനുള്ള ആത്മാവാണ് മൂന്നാമനായി വർത്തിക്കുന്നത് തൃത്തക്കാരുടെ ആംഗിളിൽ. എന്നാൽ അങ്ങനെയല്ല, ദൈവത്തിന്റെ ആത്മാവ് നമ്മിലേക്ക് വന്ന് അപ്പ എന്ന് ദൈവത്തെ വിളിക്കാനുള്ളതാണ് ദൈവത്തിന്റെ ആത്മാവ്. പ്രൈസ് ദി ലോർഡ്. വീണ്ടും ഒരു ശരീരത്തിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുവാൻ, ക്രിസ്തു എന്ന ഏക പുരുഷന്റെ ആത്മീയ ശരീരത്തിലേക്ക് കൂട്ടിച്ചേർക്കുവാൻ ദൈവം നൽകിയതാണ് ആ ആത്മാവ് എന്ന് പറയുന്നു. വീണ്ടും പറയുന്നു പരിശുദ്ധാത്മാവ് ഒരു മുദ്രയാണ്, വീണ്ടെടുക്കപ്പെട്ടവരെ നിത്യതയോളം ശരീരങ്ങളുടെ വീണ്ടെടുപ്പ് വരെയും സൂക്ഷിക്കുന്ന മുദ്രയാണ്. ഇത്തരത്തിൽ പരിശുദ്ധാത്മാവിനെ വളരെ വ്യക്തമായി ബൈബിൾ കോളേജിൽ വാതിൽക്കൽ അവിടെ ചെന്ന് കയറിയപ്പോൾ പണയം വെച്ച ലോജിക്ക് തിരിച്ചെടുത്താൽ, തലച്ചോറ് തിരിച്ചെടുത്താൽ മാത്രം മനസ്സിലാകുന്ന ഈ സിമ്പിൾ കാര്യം, ഈ സിമ്പിൾ സത്യത്തെയാണ് ഇന്ന് പിശാച് ഈ തിയോളജിയന്മാരുടെ തലയിൽ കയറി പരിശുദ്ധാത്മാവിനും യേശുവിനുള്ളതുപോലെ ഒരു ആളത്തം കൽപ്പിച്ചു വച്ചിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, ഞാൻ നിങ്ങളോട് കൂടെയും നിങ്ങളിലും വസിക്കും. ഒരു വ്യക്തിക്ക് ഒരു വ്യക്തിയിൽ വസിക്കാൻ പറ്റുമോ? അതിന്റെ അർത്ഥം എന്താണ്? ആത്മാവ് നിങ്ങളിൽ വസിക്കും,
അങ്ങനെയുള്ള എല്ലാവരോടും കൂടെ ആ ശരീരത്തോടു കൂടി ദ ഹോൾ ബോഡി ഓഫ് ദ ചർച്ച്, ദ ഹോൾ ബോഡി ഓഫ് ദ ഹോൾ യൂണിറ്റ് ഓഫ് ദ റിഡീംഡ്, വീണ്ടെടുക്കപ്പെട്ടവരോട് കൂടെ അവർ ഓരോരുത്തരിലും ദൈവം വസിച്ച് ദൈവം അവരെ ശുദ്ധമായ വചനത്തിലേക്കും നിത്യജീവനിലേക്കും നടത്തുമെന്ന് ബൈബിൾ വളരെ തെളിവായിട്ട് പറയുമ്പോൾ മനുഷ്യൻ പെടാപ്പാട് പെടുകയാണ് ഈ പരിശുദ്ധാത്മാവിനെ മൂന്നാമതാക്കാനും പിതാവിനെ ഒന്നാമതാക്കാനും പെടാപ്പാട് പെടുകയാണ്. അങ്ങനെയുള്ള അവരുടെ ബുദ്ധിമണ്ഡലത്തെ പോലും കെടുത്തിക്കളയുന്ന ഇത്തരം ദുർബലമായ വാദങ്ങൾ കൊണ്ട് ദൈവത്തിന്റെ അസ്തിത്വത്തെ ബുദ്ധിയില്ലാത്ത, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ അറിയാൻ കഴിയാത്തവരെ വഞ്ചിക്കാൻ പരിശ്രമിക്കുമ്പോൾ പിശാച് സന്തോഷിക്കും. ആഹാ, കൊള്ളാം, യുവമാര് ഈ 3 കൊണ്ട് പിടിച്ചു നടക്കുകയാണ്, ഒരെണ്ണത്തെ തന്നെ എനിക്ക് പേടിയാ, അതുകൊണ്ട് യുവമാർ ഈ 3 കൊണ്ട് നടന്ന് നശിക്കട്ടെ എന്ന് വിചാരിച്ച് അവരുടെ 3 സ്ഥിരപ്പെടുത്തുവാൻ വേണ്ടി ദൈവവചനത്തെ കോട്ടിമാട്ടിക്കളയുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ആത്മാവ് അവരുടെ മേൽ വന്ന് ബൈബിൾ പണ്ഡിതന്മാരുടെ തലച്ചോറിലൂടെ ഈ ത്രിയേകത്വവും ത്രിത്വവും സ്ഥാപിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 2000 വർഷങ്ങളോട് അടുത്ത് വരുന്നു. ദൈവകൃപയാൽ യഥാർത്ഥ സത്യദൈവം, ആ ദൈവം മർമ്മം, ജഡത്തിൽ വെളിപ്പെട്ട ദൈവം, ക്രിസ്തു എന്ന ഏകദൈവത്തിന്റെ മർമ്മം, പിശാച് ഭയപ്പെടുന്ന ഏകദൈവത്തിന്റെ മർമ്മം, ഇസ്രായേൽ ആരാധിച്ചു വന്ന ആ ഏകദൈവത്തെ കുറിച്ചുള്ള മർമ്മം, അതേ ദൈവത്തിന്റെ ആത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തിയതോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കാരണം നമ്മളൊക്കെ വളരെ ഭാഗ്യം ചെയ്തവരാ. ഈ ബൈബിൾ കോളേജിന്റെ തിയോളജി എന്ന് പറയുന്ന ഈ മാലിന്യം നമ്മുടെ തലയിൽ കയറുവാൻ ദൈവം അനുവദിച്ചില്ല. നമ്മുടെ സിമ്പിൾ ലോജിക്ക് പോലും എവിടെ അടിയറ വെക്കാൻ ദൈവം അനുവദിച്ചില്ല. പലപ്പോഴും ലോജിക്കെങ്കിലും ഉപയോഗിക്കാൻ ഇവർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ദുർബലമായ വാദം ഉന്നയിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ത്രിയേക ദൈവത്തിന്റെ ഒരാളത്തമായി അവതരിപ്പിക്കാൻ പരിശ്രമിക്കുമായിരുന്നില്ല. അടിസ്ഥാനപരമായി തന്നെ ഏകദൈവം എന്ന് ദൈവം ഉച്ചൈസ്തരം ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെയും പ്രവാചകന്മാരിലൂടെ തന്റെ ആത്മാവിലൂടെ ഘോഷിക്കപ്പെട്ട ആ സത്യത്തെ നിഷേധിക്കുക, എന്നിട്ട് ദൈവത്തിന് ഇല്ലാത്ത ഒരു തൃത്വം കൽപ്പിച്ചു കൊടുക്കുക. അത് ലേഖനങ്ങളിലൂടെയും പ്രബന്ധങ്ങളിലൂടെയും വ്യാഖ്യാന ഗ്രന്ഥങ്ങളിലൂടെയും സ്ഥാപിച്ചെടുത്തുകൊണ്ട് സാത്താന് യഥാർത്ഥമായ ക്രിസ്തീയ ആത്മീയ രാജ്യത്വത്തിന് ബദലായി ഒരു ബദൽ ആത്മീയ രാജ്യത്വം സ്ഥാപിച്ചുകൊണ്ട് അനേക ആയിരം ആത്മാക്കളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഈ ഉപദേശത്തിന് കഴിഞ്ഞിട്ടുണ്ട്, ഇന്നും കഴിയുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം JCNDSDക്ക് ഈ ഉപദേശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ഇത് അനേകരെ പഠിപ്പിച്ചുകൊണ്ട് ഉപജീവന മാർഗത്തിനായി ഈ മാർഗത്തെ സ്വീകരിക്കുകയും ചെയ്യുന്ന ഉപദേഷ്ടാക്കന്മാരോടോ സഭാ നേതൃത്വങ്ങളോടോ ഞങ്ങൾക്ക് ഒരു ഗുണദോഷവും പറയുവാനില്ല. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും ആത്മാക്കൾ ഇത്തരം സഭകളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ബുദ്ധി പാസ്റ്റർമാരുടെ അവരുടെ ബൗദ്ധിക മണ്ഡലത്തിൽ ഒന്ന് പുറത്തെടുത്തിട്ട് അതിനെ ഒന്ന് കഴുകി നിങ്ങൾ സിമ്പിൾ ലോജിക്ക് ഉപയോഗിച്ചിട്ട് ദൈവവചനത്തെ പരിശോധിച്ചിട്ട് പുറത്തു വരുവാൻ കഴിയുമെങ്കിൽ പുറത്തു വരുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് രാത്രി ഈ വീഡിയോ ചെയ്തതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. ഈ വീഡിയോയിൽ ഇന്ന് ദൈവത്തിന്റെ വചനം സംസാരിച്ച വിലയേറിയ കർത്താവിന്റെ ദാസന്മാർ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിന്നുകൊണ്ട് ദൈവത്തിന്റെ ഏക സ്വഭാവത്തെയും ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശരീരം ഉള്ളത് ക്രിസ്തുവിന് മാത്രമാണെന്നും യേശുവിന് മാത്രമാണെന്നും പിതാവ് എന്നുള്ള തലത്തിലും പ്രവർത്തിക്കുന്ന ആത്മാവ് എന്നുള്ള നിലയിൽ പരിശുദ്ധാത്മാവ് എന്നുള്ള നിലയിലും സൃഷ്ടി മുതൽ മനുഷ്യന്റെ വീണ്ടെടുപ്പും പരിപാലനയും സംബന്ധിച്ച് വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ 3 ഓഫീസുകളിൽ ഉള്ള പ്രവർത്തനമാണ് എന്നുള്ള അടിസ്ഥാന തത്വത്തെ വ്യക്തമായി അവതരിപ്പിക്കുന്നതിൽ ഇന്ന് ഈ ഗ്രൂപ്പിൽ ഉള്ള കർത്താവിന്റെ ദാസന്മാർ ബ്രദർ ഗീവറിയസ്, പാസ്റ്റർ ജോയി ജോസഫ്, അതുപോലെ വിൽസൺ ബെഞ്ചമിൻ ബ്രദർ, സൈമൺ ബ്രദർ എന്നിവർക്ക് നന്നായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് വളരെ സ്പഷ്ടമായി തിരുവെഴുത്തുകളുടെ അടിസ്ഥാനത്തിൽ പ്രസ്താവിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെയും തിരുവെഴുത്തുകളിൽ ഇങ്ങനെ തന്നെയാണോ എന്ന് പരിശോധിക്കുകയും നിങ്ങളുടെ കേവല ബുദ്ധി പിശാചിന് പണയം വെച്ചിരിക്കുന്നിടത്ത് തിരിച്ചെടുത്ത് രക്ഷയ്ക്കായി തിരുവെഴുത്തുകൾ ദൈവത്തിന്റെ ആത്മാവിനാൽ
വായിച്ച് പഠിച്ച് മുന്നോട്ട് വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് കൂടി ഞാൻ ആശംസിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാം. ഇല്ലെങ്കിൽ നമുക്ക് പാസ്റ്റർ ജോയ് കെ ജോസഫിന് എന്തോ സംസാരിക്കാനുണ്ട്. അദ്ദേഹത്തിന് കർത്താവിന്റെ ദാസന്മാരോടൊപ്പം വീണ്ടും ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി, ഒന്ന് രണ്ട് വാക്യങ്ങളൊന്ന് വായിക്കാൻ മാത്രമേ താല്പര്യപ്പെടുന്നത്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് പറയുന്നില്ല. അപ്പൊ നമ്മളിൽ വസിക്കുന്ന ആരാ? ദൈവത്തിന്റെ ആത്മാവാണ്. അതേ കൊരിന്ത്യർ തന്നെ 6:19 വായിക്കുമ്പോൾ ദൈവത്തിന്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം. അപ്പോ ഇവിടെ പരിശുദ്ധാത്മാവാണ് നമ്മളിൽ വസിക്കുന്നതെന്നും മറ്റൊരു ഭാഗത്ത് ദൈവത്തിന്റെ ആത്മാവാണ് വസിക്കുന്നതെന്നും കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നുവെന്നും പറയുന്നു. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഇന്ന് നമ്മള് കർത്താവായ യേശു 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ നടുവിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ താൻ തന്റെ ശരീരവുമായിട്ടല്ല വന്നു വരുന്നത്. ഈ ശരീരം താൻ എടുത്തത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരം വരുത്തുവാൻ ജഡത്തിൽ കഷ്ടമനുഭവിപ്പാൻ വേണ്ടി ആ ശരീരം എടുത്തു. അപ്പോൾ തന്നെ ഇന്ന് അവൻ നമ്മുടെ മധ്യത്തിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവായിട്ടാണ്. അത് തന്നെയാണ് എഫെസ്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം വായിക്കുമ്പോൾ എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ 3 വ്യക്തികളെന്നല്ല ഒരാളെന്നാണ് പറഞ്ഞത്. എല്ലാവർക്കും മീതെയുള്ള പിതാവ്, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവ്, എല്ലാവരിലും ഇരിക്കുന്ന മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്ന് പറയുന്ന പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഒരുവൻ എന്നാ പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം ആത്മാവിന്റെ പ്രവർത്തികൾ ആണ് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മറ്റൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. എനിക്കൊരു ബൈബിൾ സ്റ്റഡി ഇനിയൊരു 10:40 ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ. അല്ല, നമ്മുടെ വിൻസൻ ബ്രദർ ഒന്നും സംസാരിച്ചില്ലല്ലോ. ഞാൻ ആദ്യമേ സംസാരിച്ചായിരുന്നു. പറഞ്ഞ കാര്യം ഇത് തന്നെയാണ്. ആദ്യം മുതൽ ദൈവത്തിന്റെ പ്രവൃത്തിയോടനുബന്ധമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ് സകലത്തിലും പ്രവർത്തിക്കുന്നത്. അതിനകത്ത് ഏറ്റവും വലിയ ഉദാഹരണം ഇത് തന്നെയാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യത്തെ വചനം തന്നെ, ആദിയിൽ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയുടെ മേളിൽ പരിവർത്തിച്ചു കൊണ്ടേയിരുന്നുണ്ടാവും പറഞ്ഞത്. അപ്പം ആ ഒരു സൃഷ്ടിയുടെ പ്രവൃത്തി തന്നെ നടത്തുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. യെശയ്യാ പ്രവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നു, ആരെന്നോട് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഈ ലോകത്തെ ആകാശത്ത് വിധാനത്തെ വിരിച്ചപ്പോഴും ഞാൻ ഭൂമിയുടെ സകല കാര്യങ്ങളും സൃഷ്ടിച്ചപ്പോഴും ആര് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തോട് കൂടെ ഉണ്ടായിരിക്കുമ്പോൾ ഒരിക്കലും ദൈവത്തോട് വേറൊരു വ്യക്തിയല്ല കൂടെ ഉണ്ടായിരിക്കുന്നത്, അത് ദൈവത്തിന്റെ ആത്മാവ് തന്നെയാണ്. ഒരേ ആത്മാവിന്റെ പല വരങ്ങളാൽ അല്ലെങ്കിൽ പല പ്രവർത്തനങ്ങളാൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തിയെ വേറൊരു വ്യക്തിയാക്കി മാറ്റുന്നത് അത് സാത്താനെ സംബന്ധിച്ചോളം വളരെ ഒരു നല്ല കാര്യമാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം ഏകൻ എന്ന് പറയുമ്പോൾ മാത്രമേ സാത്താന് പ്രശ്നമുള്ളൂ. ദൈവം ഒന്നിൽ കൂടുതൽ ഒരു വ്യക്തിയാണെന്ന് പറയുമ്പോൾ സാത്താന് അത് നല്ലതായിട്ട് തോന്നും. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയാണ് സാത്താന്റെ വ്യക്തിയായി തീരുന്നത് ബേസിക്കലി. അപ്പോൾ ആത്മാവിനെ വ്യക്തി എന്ന് വിളിക്കുക, ഈവൻ ഈ പാസ്റ്റർ ഇവിടെ ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ലീഗൽ എൻറ്റിറ്റിയിൽ പേഴ്സൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അപ്പൊ ആ ഒരു സാമാന്യ വിവരം പോലും വഴിയിൽ വെച്ചുകൊണ്ടാണ് ദൈവികത്വത്തെ പറ്റി ഒരു പേഴ്സൺ അല്ലെങ്കിൽ വ്യക്തി കൂട്ടിച്ചേർക്കുന്നത്. അത് തികച്ചും പൈശാചികമാണ്. ദൈവത്തിന്റെ ജനത്തെ വഴിതെറ്റിച്ച് വിടുവാനുള്ള ഒരു കാര്യം മാത്രമായിട്ടേ നമ്മൾ ഇതിനെ കാണുന്നുള്ളൂ. ദൈവം ഒരു ആത്മാവാണെന്നും ഒരു ശരീരമാണെന്നും ദൈവം ഒരുത്തൻ മാത്രമാണെന്നും അപ്പോൾ വളരെ വ്യക്തമായ വചനമുള്ളപ്പോൾ ദൈവം ത്രിയേകമാണെന്നും വചനത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവജനത്തെ തെറ്റിക്കാൻ വേണ്ടിയുള്ള കാര്യം മാത്രമാണ് ഈ പരിശുദ്ധാത്മാവിനെ മൂന്നാമത്തെ വ്യക്തിയാക്കി മാറ്റുന്നത്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് എല്ലാ സഹോദരങ്ങളും സംസാരിച്ച് നമുക്കിവിടെ വേണമെങ്കിൽ ഇനി വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.